السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രസിദ്ധമായ ഹിസ്നുൽ മുസ്ലിം എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് ആ വിഷയത്തിൽ പ്രാഥമികമായി ഒരു ആമുഖം എന്നുള്ള നിലയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിക്കുകയും ഇന്ന് നമ്മൾ അതിൻ്റെ ഓരോ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലെ പരാമർശിക്കപ്പെട്ട ആയത്തുകളെയും അതിൻ്റെ ഹദീസുകളെയും ചെറിയ ക്ലാസ്സുകളിലായി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ്നുൽ മുസ്ലിം എന്ന ഗ്രന്ഥം ലോകപ്രശസ്തമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ അത് സാർവത്രികമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആളുകൾ അത് പ്രാവർത്തികമാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ അതിൻ്റെ രചയിതാവ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു ദക്തൂർ സഈദ് വഹഫൽ ഖഹ്താനി കൊടുത്തിരിക്കുന്ന ആദ്യത്തെ അധ്യായം തന്നെ ഫദ്ലു ദിക്ർ എന്നുള്ളതാണ്. ആ വിഷയത്തിൽ അദ്ദേഹം 2-3 ആയത്തുകളാണ് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് തന്നെ അല്ലാഹു പറയുന്നു, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. സൂറത്തുൽ ബഖറയിലെ 152-ാമത്തെ ആയത്താണ്. അതിൻ്റെ അർത്ഥം ഫദ്കുറൂനി അദ്കുറുകും, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നാൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ ഒരിക്കലും തന്നെ നന്ദി കേട് കാണിക്കരുത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീർ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രകാരമാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഉദ്കുറൂനി ബിതാഅതി, അല്ലാഹു പറയുന്നത്, അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഉദ്കുറൂനി ബിതാഅതി, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണേ. എന്നാൽ അദ്കുറുക്കും ബിമഗ്ഫിറതി, എന്നാൽ നിങ്ങൾക്ക് പാപമോചനം നൽകിക്കൊണ്ട് അല്ലാഹു നിങ്ങളെയും ഓർക്കുന്നതാണ്. വഅദ്കുറുക്കും ബിറഹ്മതി, അല്ലാഹുവിൻ്റെ കാരുണ്യം അവൻ നൽകിക്കൊണ്ട് റബ്ബ് നിങ്ങളെ ഓർക്കുമെന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തിയിട്ടുണ്ട്. തഫ്സീർ അൽ ബഗവി, ഉദ്കുറൂനി ഫിന്നിഅമതി വറഖാ, നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും തുളുമ്പി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴും നിങ്ങൾ അല്ലാഹനെ ഓർക്കണം. എന്നാൽ അദ്കുറുക്കും ഫിശ്ശിദ്ദതി വൽ ബലാ, നിങ്ങൾക്ക് ദുരിതമുണ്ടാകുമ്പോഴും കഠിനമായ പരീക്ഷണത്തിൻ്റെ സന്ദർഭങ്ങളിലും അല്ലാഹു നിങ്ങളെ ഓർക്കും എന്നാണ് ആ വചനം എന്ന് ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തഫ്സീർ സഅദി ഈ ആയത്തിന് നൽകുന്ന വിശദീകരണം, വഅഫ്ളലു ദിക്ർ ഹുവ മാ തവാതഅ അലൈഹിൽ ഖൽബു വൽ ലിസാൻ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്ന് പറയുന്നത് അത് മനസ്സുകളിൽ അത് ദൃഢമൂലമായതും നാവുകൾ കൊണ്ട് പറയുന്നതുമാണ്. വഹുവല്ലദീ യസ്മിറു മഅരിഫത,
മഅരിഫത്തല്ലാഹി വ മഹബ്ബത്തിഹി, അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ മനസ്സുകളിൽ സുദൃഢമാവുകയും രൂഢമൂലമാവുകയും നാവിൽ അത് ഉച്ചരിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവനോടുള്ള സ്നേഹം വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും. വകസുറത്തി സവാബിഹി, അതുപോലെ തന്നെ അവൻ്റെ ധാരാളം പ്രതിഫലം അവന് ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നതാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നത് അത് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം തന്നെ എത്രേ. അതിനാൽ തന്നെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതെ നിലനിൽക്കുന്നതിനും അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ വർധനവുണ്ടാകുന്നതിനും നിങ്ങൾ റബ്ബിനെ സ്മരിക്കണമെന്നും ശുക്ർ ചെയ്യണമെന്നും ഖുർആൻ ഉണർത്തി. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ അള്ളാഹു ഇനിയും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും എന്നും ഖുർആനിൽ അള്ളാഹു ഉണർത്തിയിട്ടുണ്ട്. തുടർന്നുകൊണ്ട് അദ്ദേഹം നൽകുന്ന രണ്ടാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ, സത്യവിശ്വാസികളെ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണേ എന്നാണ്. ഈ ആയത്തിനും ഇബ്നു കസീർ നൽകുന്നത് അമറല്ലാഹു ഇബാദഹുൽ മുഅ്മിനീൻ ബികസ്റതി ദിക്രിഹിം ലിറബ്ബിഹിം തബാറക വതആല അൽ മുൻഇമു അലൈഹിം ബിഅൻവാഇൻ നിഅം വസുനൂഫിൽ മിനൻ. അള്ളാഹു നിങ്ങൾക്ക് കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യണമെന്നും അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം, ധാരാളമായി ഓർക്കണമെന്നും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതിലൂടെ നിങ്ങൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇമാം ബഗവി നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ലൈലി വന്നഹാർ, രാവും പകലും അള്ളാഹുവിനെ ഓർക്കുക. ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. വഫി സിഹത്തി വസ്സഖം, നിങ്ങൾക്ക് രോഗമുള്ള സമയമാണെങ്കിലും ആരോഗ്യമുള്ള സമയങ്ങളിലും ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. ബിസ്സിർരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശമെന്ന് ഇമാം ബഗവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. പ്രസിദ്ധ ഖുർആൻ മുഫസ്സിറായ സഅദി റഹിമഹുല്ലാഹ് യഉമറുൽ മുഅ്മിനീന ബിദിക്രിഹി ദിക്റൻ കസീറാ, അള്ളാഹു ധാരാളമായി വിശ്വാസികളോട് അവനെ ഓർക്കണേ, അവനെ സ്മരിക്കണേ എന്ന് കൽപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? മിൻ തഹ്ലീലിൻ വ തഹ്മീദിൻ വ തസ്ബീഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ തഹ്ലീൽ ചൊല്ലണം, അൽഹംദുലില്ലാഹ് എന്നും തസ്ബീഹ് ചൊല്ലണം, തഹ്മീദ് ചൊല്ലണം, അവനെ സ്തുതിക്കണം. എപ്പോഴും തന്നെ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് അള്ളാഹുവിലേക്കുള്ള ഒരു ഖുർബത്താണ്, സൽക്കർമ്മമാണ്, പുണ്യമാണ്. അതിനാൽ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലണമെന്ന് പറഞ്ഞ ദിക്റുകളും ദുആകളും നിങ്ങൾ പതിവാക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് മൂന്നാമത്തെ ആയത്ത് അദ്ദേഹം പഠിപ്പിക്കുന്നു, വദ്ദാകിരീന അല്ലാഹ കസീറാ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. സുബ്ഹാനല്ലാഹ്. ഇബ്നു കസീർ ഈ ആയത്തിന് നൽകുന്ന വിശദീകരണം നോക്കുക. ഹയ്യ അല്ലാഹു ലിമൻ ഹാദിഹി സിഫാതുഹും മഗ്ഫിറതൻ മിൻ ദുനൂബിഹിം വഅജ്റൻ അദീമാ വഹുവ അൽ ജന്ന. നിങ്ങൾ ധാരാളമായി വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാർക്കും ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകൾക്കും അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു, തയ്യാറാക്കിയിരിക്കുന്നു, മഗ്ഫിറതൻ
പാപമോചനവും വാജറൻ അദീമ, മഹത്തായ പ്രതിഫലവും അവർക്കൊരുക്കി വെച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഹയ്യ അല്ലാഹു ലിമൻ ഹാദിഹി സിഫാതുഹും മഗ്ഫിറതൻ മിൻഹു ലിദുനൂബിഹിം വഅജ്റൻ അദീമ. ഈ മഹത്തായ പ്രവർത്തനം, ഈ പുണ്യം, ദിക്റുകൾ ധാരാളമായി സ്മരിക്കുക എന്ന സ്വഭാവം ആരിലുണ്ടോ, ആ വിശേഷണം ആരെല്ലാം തന്നെ സ്വീകരിക്കുന്നുവോ അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലവും സ്വർഗവും ഒരുക്കി വച്ചിരിക്കുന്നു. ഇമാം ബഗവി, ലാ യകൂനുൽ അബ്ദു മിനദ്ദാകിരീന അല്ലാഹ കസീറ, ഒരാൾ അല്ലാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുക എന്ന ഗണത്തിൽ ഉൾപ്പെടുകയില്ല. ഹത്താ യദ്കുറുല്ലാഹ ഖായിമൻ വഖായിദൻ വമുൽതജിഅ, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത ആളുകൾ ഈ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അതിനാൽ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ, നിന്നാണെങ്കിലും ഇരുന്നാണെങ്കിലും കിടന്നാണെങ്കിലും ഒക്കെ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർമ്മയുണ്ടാകണം, ധാരാളമായി നിങ്ങൾ സ്മരിക്കണം എന്ന് ഖുർആൻ ഇതിലൂടെ ഉണർത്തുകയാണ്. ഈ മഹത്തായ പ്രതിഫലം നേടിയെടുക്കുവാൻ അധികം ഭാരമില്ല, അധ്വാനിക്കേണ്ടതില്ല, നമുക്ക് വലിയ സമയനഷ്ടമില്ല, ജോലി തിരക്കുകൾ കൊണ്ട് ചെയ്യാതിരിക്കാൻ അവസ്ഥയുണ്ടാവുകയില്ല. ആർക്കും എപ്പോഴും ചൊല്ലാവുന്നതും എപ്പോഴും ഓർക്കാവുന്നതും എപ്പോഴും പ്രതിഫലം നേടാവുന്നതുമായ പുണ്യപ്രവർത്തനമാണ് ദിക്റുല്ലാഹ് എന്നത്. ദിക്റിനെ കുറിച്ച് ഖുർആൻ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്ന വചനം അവസാനമായി മുഅല്ലിഫ് അതിൻ്റെ അധ്യായത്തിൽ കൊടുത്തത് ഇപ്രകാരമാണ്, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം, മനസ്സിൽ ഓർക്കണം, വളരെ വിനയത്തോടുകൂടി. റഗ്ബതൻ വറഹ്ബ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അല്ലാഹുവിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രതിഫലവും നന്മയും പ്രതീക്ഷിച്ചും കൊതിച്ചും കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. ദൂനൽ ജഹ്രി മിനൽ ഖൗൽ, അത് ഒറ്റക്ഷത്തിലാകേണ്ടതില്ല, വലിയ വലിയ ശബ്ദമുണ്ടാക്കേണ്ടതില്ല, മറിച്ച് ബിൽ ഗുദുവ്വി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും എന്ന് പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞു. വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധാലുക്കളിലാകരുതേ, ദിക്റുകളെ തൊട്ട് നിങ്ങൾ ശ്രദ്ധയില്ലാതെ അതിൽ നിന്ന് നിങ്ങൾ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. രാവിലെയും വൈകുന്നേരവും എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളോട് ഉണർത്തുന്നത്. ഇമാം സഅദി ഇതിനെ കുറിച്ച് പറഞ്ഞു, അദ്ദിക്റുല്ലാഹ് തആല യകൂനു ബിൽ ഖൽബ്, മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാം. വയകൂനു ബിൽ ലിസാൻ, നമ്മുടെ നാവുകൾ കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാം. അതുപോലെ തന്നെ അതാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അള്ളാഹു പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അവനനുസരിച്ച് ജീവിക്കുകയും പറഞ്ഞ ആരാധനകൾ അനുഷ്ഠിക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ നാം മാതൃകയായി അവിടുന്ന് കാണിച്ചു തന്ന സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇതെല്ലാമാണ് ദിക്റുല്ലാഹ് എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അള്ളാഹുവിനെ കുറിച്ച് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കണം, അവനെക്കുറിച്ച് സ്മരിച്ചു കൊണ്ടിരിക്കണം. അതിലൂടെ വമ്പിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ മഹാരഥന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.